Hi, in this video we are going to discuss about amplitude modulation, limitations and the advantages of frequency modulation over amplitude modulation, and we will compare amplitude modulation and frequency modulation. We will compare between amplitude modulation and frequency modulation. Okay, so first of all, let us take a frequency modulation or FM broadcasting station in our mobile phone. നമ്മളെല്ലാവരുടെയും സ്മാർട്ട് ഫോണിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ അവൈലബിൾ അല്ലെങ്കിലും ഫ്രീക്വൻസി മോഡുലേഷൻ അവൈലബിൾ ആണ്. FM സ്റ്റേഷൻ നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ പറ്റും. സോ നമുക്കൊരു സ്റ്റേഷൻ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ FM ആപ്പ് മിക്കവാറും പേരുടെയും സ്മാർട്ട് ഫോണിലുണ്ടാവും. നിങ്ങൾ FM ആപ്പ് തുറക്കുക. ഇനി നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. സോ ആക്ച്വലി ഇത് മഞ്ചേരി FM സ്റ്റേഷനാണ്. ഫ്രീക്വൻസി താഴെ കാണിച്ചിട്ടുണ്ട് 102.7 MHz. ഞാനിനി ഇയർഫോൺ ഡിസ്കണക്ട് ചെയ്യാണ്. ഇയർഫോൺ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ സ്ക്രീനിൽ പ്ലീസ് ഇൻസേർട്ട് യുവർ ഹെഡ്ഫോൺ ടു യൂസ് FM. സോ ആക്ച്വലി എന്തിനാണ് നമ്മൾ ഇയർഫോണിലൂടെ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഹെഡ്ഫോൺ കണക്ട് ചെയ്യുമ്പോൾ ഹെഡ്ഫോണാണ് നമ്മുടെ ഏരിയയിലായിട്ട് ആൻറ്റീനയായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ വിത്തൗട്ട് ഹെഡ്ഫോൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഏരിയയിൽ ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ സ്റ്റേഷൻ സ്മാർട്ട് ഫോണിൽ അവൈലബിൾ അല്ല, ബട്ട് ഓൾ ഇന്ത്യ റേഡിയോൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിലുണ്ട്. സോ ഐ ഹാവ് ഡൗൺലോഡഡ് ഇറ്റ്. സോ നൗ ലെറ്റ് us യൂസ് ദി ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ AM ആപ്പ്. ഞാനിവിടെ ഒരു സ്റ്റേഷൻ, ഇപ്പോൾ രാഗം എന്നുള്ള സ്റ്റേഷൻ ഞാൻ എടുക്കാം. ഇത് സ്റ്റേഷൻ നിങ്ങൾക്ക് എടുക്കാം, അത് പ്ലേ ചെയ്ത് നോക്കാം. സോ രാഗം ഞാൻ പ്ലേ ചെയ്യിക്കുകയാണ്. ബിക്കോസ് ഇവിടെ മൊബൈൽ ആപ്പ് വഴിയാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. അത് FM സ്റ്റേഷൻ മൊബൈൽ ആപ്പ് വഴിയാണെങ്കിലും അതിന് ഡാറ്റ വേണ്ട. ഇവിടെ നമ്മൾ ത്രൂ ഇൻ്റർനെറ്റാണ് ഈ ആപ്പ് വർക്ക് ചെയ്യുന്നത്. ഇൻ്റർനെറ്റ് ഇല്ലാത്ത ഒരു മൊബൈൽ ഫോൺ ആണെങ്കിൽ, കണക്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ AM സ്റ്റേഷൻ, ഈ ഓൾ ഇന്ത്യ റേഡിയോൻ്റെ ആപ്പ് വർക്ക് ചെയ്യില്ല. ഓക്കെ, നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് തിരിച്ചു പോകാം. So let us discuss about amplitude modulation limitations. First limitation for amplitude modulation is noisy reception. ഇപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോണിൽ കേട്ടപ്പോൾ നിങ്ങൾക്ക് നോയ്സ് ഉണ്ടാവില്ല. ഞാനെടുത്തപ്പോൾ ബിക്കോസ് അത് നമ്മൾ ശരിക്കും ഓൺലൈൻ റേഡിയോ ആയിട്ടാണ് പ്ലേ ചെയ്തത്. ബ്രോഡ്കാസ്റ്റിംഗ് നമ്മൾ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ നമ്മൾ റേഡിയോ വെച്ച് യൂസ് ചെയ്യുമ്പോൾ ഉള്ളതാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. So first disadvantage is noisy reception. In amplitude modulation wave, we know that we have already discussed that the signal is contained in the amplitude variations of the carrier wave. So practically, if you consider any disturbance, any man-made noise or natural noise, they are all electrical amplitude disturbances. സോ നോയ്സ് ഒക്കെ ഇലക്ട്രിക്കൽ ആംപ്ലിറ്റ്യൂഡ് ഡിസ്റ്റർബൻസ് ആണ്. നമ്മുടെ സിഗ്നൽ, നമ്മുടെ ഓഡിയോ സിഗ്നലുള്ളത് കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡിലെ വേരിയേഷനിലാണ്. സോ റേഡിയോ റിസീവറിൽ ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് കിട്ടുമ്പോൾ the radio receiver cannot distinguish between the amplitude variation that represents noise and those of desired signal. നോയ്സിനെയും ഡിസൈഡ് സിഗ്നലിനെയും റേഡിയോ റിസീവറിന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ റിസപ്ഷൻ വിൽ ബി ജനറലി നോയ്സി ഇൻ കേസ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. സെക്കൻഡ് ഈസ് ലാക്ക് ഓഫ് ഓഡിയോ ക്വാളിറ്റി. ഓഡിയോ ക്വാളിറ്റി ഈസ് വെരി ലെസ് ഇൻ കേസ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, whereas in frequency modulation quality is good. അതുകൊണ്ടാണ് നമ്മൾ ഫ്രീക്വൻസി മോഡുലേഷൻ സ്റ്റേഷനിൽ നമ്മൾ ഒരുപാട് സ്റ്റേഷൻ മ്യൂസിക് പ്ലേ ചെയ്യാനതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗുഡ് ക്വാളിറ്റി വരും. ബിക്കോസ് ദ റീസൺ ഈസ് ഫോർ എ ഗുഡ് ഫിഡലിറ്റി റിസപ്ഷൻ ഓൾ ഫ്രീക്വൻസി അപ് ടു 15 kHz മസ്റ്റ് ബി റീപ്രൊഡ്യൂസ്ഡ്. നമുക്കറിയാം ഓഡിയോ ഫ്രീക്വൻസിൻ്റെ റേഞ്ച് 20 Hz to 20 kHz ആണ്.
സോ ഒരു 15 കിലോ ഹെർട്സ് നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ ഫോർ ആൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ വി നോ ദി ബാൻഡ് വിഡ്ത്ത് ഈസ് 2 times ദി ഫ്രീക്വൻസി ഓഫ് സിഗ്നൽ. സോ ഫിഗേഴ്സിൻ്റെ സിഗ്നൽ 15 ആണെങ്കിൽ 2 × 15 30 ബാൻഡ് വിഡ്ത്ത് നമുക്ക് വേണം. ബട്ട് ജനറലി ഫോർ ആൻ AM സ്റ്റേഷൻ വി അലോക്കേറ്റ് എ 10 കിലോ ഹെർട്സ് ബാൻഡ് വിഡ്ത്ത്. Why 10 kilohertz? This is to minimize the interference from nearby broadcasting station. So 10 kilohertz ആണ് നമ്മുടെ അലൗഡ് ബാൻഡ് വിഡ്ത്ത് എങ്കിൽ ഇവിടെ നമുക്ക് 5 kilohertz വരെയുള്ള ഫ്രീ സൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട്സ് നമുക്ക് കിട്ടൂല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓഡിയോ ക്വാളിറ്റി വളരെ ലെസ് ആയിരിക്കും ഇൻ കേസ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഓക്കെ, നൗ അനദർ തിങ് ഈസ് ലോ എഫിഷ്യൻസി. We know that in amplitude modulation the useful power is in the sideband because sideband contains the signal, and AM amplitude related wave has low sideband power. For example, if the modulation is 100%, that is 10% modulation, then we already derived the relation that the power in sideband will be 1/3 of the power in total, and suppose the power in total is equal to 600 watt, then ഇതിൻ്റെ 1/3 വന്നാൽ 200 വാട്ട് മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, സൈഡ് ബാൻഡിൽ ഉണ്ടാവുള്ളൂ. സോ ഇത് നമ്മുടെ കേസിൽ എഫിഷ്യൻസി വളരെ ലെസ്സാണ്. 600 വാട്ട് ടോട്ടൽ പവർ ഉണ്ടെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നത് ഈ 200 വാട്ട് പവർ മാത്രമാണ്. സോ ദിസ് ഇസ് അനദർ ഡിസഡ്വാൻറ്റേജസ്, ലോ എഫിഷ്യൻസി. സോ നമ്മൾ 3 ഡിസഡ്വാൻറ്റേജാണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ, ദി റിസപ്ഷൻ ഈസ് ക്വൈറ്റ് നോയ്സി. സെക്കൻഡ് വൺ, ദി ലാക്ക് ഓഫ് ഓഡിയോ ക്വാളിറ്റി ഓർ ഓഡിയോ ഫിഡലിറ്റി. തേർഡ് വൺ, ലോ എഫിഷ്യൻസി. നൗ ഇതൊന്നും ഇല്ലാത്തതാണ്, ഇതില്ലാത്തതാണ് നമ്മുടെ ഫ്രീക്വൻസി മോഡുലേഷൻ. സോ ഫ്രീക്വൻസി മോഡുലേഷൻ ഗീവ്സ് നോയ്സ്ലെസ് റിസപ്ഷൻ. സെക്കൻഡ് തിങ്, ഹൈ ഫിഡലിറ്റി, ഹൈ ക്വാളിറ്റി ഓഫ് ഓഡിയോ. ദെൻ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്മിഷൻ ഈസ് വെരി ഹൈ. ദാറ്റ് ആർ ദി advantages of FM over AM. Now let us compare AM and FM. In amplitude modulation, amplitude of the carrier changes with the modulation, whereas in frequency modulation, amplitude of the carrier remains constant. Now in amplitude modulation, carrier frequency remains constant, whereas in frequency modulation, the carrier frequency changes with the modulation. So AM-ൽ നടക്കുന്നതിന് നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് FM-ലുള്ളത്. Now third one, in amplitude modulation, the carrier amplitude EC changes according to the strength of the modulating signal, whereas in frequency modulation, the frequency of the carrier FC changes according to the strength of the modulating signal. And in AM modulation, the value of modulation factor M cannot be more than 1, whereas in FM broadcasting, the value of M, that is the modulation factor, can be greater than 1. So these are the 4 points. Okay. Now another things, in FM broadcast, these broadcast signals lie in the frequency range between 88 and 108 megahertz. That's our frequency range. But in broadcast, in AM broadcast, the signals lie in the frequency range 540 kilohertz to 1600 kilohertz, 1600 kilohertz വരെയാണ്. ഫോർ എക്സാമ്പിൾ, കോഴിക്കോട് കാലിക്കറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻ AM സ്റ്റേഷൻ്റെ ഫ്രീക്വൻസി 688 kilohertz ആണ്. ഇറ്റ്സ് അറൗണ്ട് 68, ഐ തിങ്ക് 688 or 684. നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. Now frequency modulated receivers are free from interference, and this means that much weaker signal can be successfully handled in FM, and the bandwidth here is about 200 kilohertz, whereas for AM modulation it is only 10 kilohertz. Now നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഫ്രീക്വൻസി നമ്മുടെ പിന്നെ കോഴിക്കോട് സ്റ്റേഷൻ്റെയൊക്കെ ഫ്രീക്വൻസി എത്ര വരുന്നു എന്ന്. സോ ഞാൻ ജസ്റ്റ് ബ്രൗസർ എടുത്തു. സോ കോഴിക്കോട് റേഡിയോ സ്റ്റേഷൻ ഫ്രീക്വൻസി. സോ ഓഫ് ലൈൻ, സോ എനിക്ക് നെറ്റ്വർക്ക് ഓൺ ആക്കണം. So that is around 684 kilohertz. 684 kilohertz. Another is അവിടെ ഒരു FM സ്റ്റേഷനും കൂടി ഉണ്ട് കാലിക്കറ്റ് പിന്നെ ഇതിൽ. അവിടെ 103.6 മെഗാഹെഡ്സിലാണ് ആകാശവാണീൻ്റെ FM സ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത്. AM സ്റ്റേഷൻ 684 kilohertz ആണ്. സോ 684 ഒന്ന് കിലോ ഹെഡ്സിലും ഒന്ന് മെഗാ ഹെഡ്സിലും ഉള്ളതാണ്. ഫോണിൽ നമുക്ക്, സ്മാർട്ട് ഫോണിൽ നമുക്ക് മെഗാ ഹെഡ്സിലുള്ള ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ് അവൈലബിൾ ആണ്.
ബട്ട് നമുക്ക് എ എം വേവ് നമുക്ക് അവൈലബിൾ അല്ല, ബിക്കോസ് രണ്ടിൻ്റെയും എൻജിനീയറിങ് ഡിഫറൻ്റ് ആണ്, ആൻറ്റിനാസ് ഡിഫറൻ്റ് ആയിരിക്കും. എ എം ആകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റിനൻ്റെ കോയിൽ ലെങ്ത് ഒക്കെ ഒരുപാട് വരും. അതുകൊണ്ട് തന്നെ ഫോണിനകത്ത് അത്ര വലിയൊരു കോയിലൊന്നും ഉൾക്കൊള്ളിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടായിരിക്കാം എ എം സ്റ്റേഷൻ നമുക്ക് ഫോണിൽ അവൈലബിൾ അല്ലാത്തത്. സോ ദിസ് ഈസ് അബൌട്ട് our comparison between AM modulation and FM modulation. Thank you.